നമസ്തേ. കേരളത്തിൽ നിന്ന്, കേരളത്തിലല്ല തമിഴ്നാട്ടിലും ഉണ്ട്, ബാക്കി പല സ്റ്റേറ്റിലും ഉണ്ടെങ്കിലും കേരളത്തിലും തമിഴ്നാട്ടിലാണ് കുറച്ച് കൂടുതലുള്ളത്. ജ്യോത്സ്യരെ കുറിച്ചാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഭാവിയെക്കുറിച്ചാണ്. വർത്തമാനകാലവുമായി ചേരണം, അത് ചേർന്ന് ജീവിക്കണം എന്ന മോഹമൊന്നുമില്ല. ഭാവിയിൽ എന്താവും, ഇതാണ് എല്ലാവർക്കും അറിയേണ്ടത്. പല ജ്യോത്സ്യങ്ങളുണ്ട്. വെറ്റില ജ്യോത്സ്യമുണ്ട്, പെൻഡുല ജ്യോത്സ്യമുണ്ട്, ജലജ്യോത്സ്യമുണ്ട്. ഒരു ഉരുളിയിൽ ജലം വെച്ചിട്ട് ആ ജലത്തിൽ നോക്കിയിട്ട് ഭാവി പറയുന്ന ജ്യോത്സ്യം. നാളികേര ജ്യോത്സ്യവും ഉണ്ട്. ശാലാഗ്രാം ജ്യോത്സ്യമുണ്ട്. ശാലാഗ്രാം കൊണ്ടുവന്ന് അത് ഉരുട്ടിയിട്ട് ഭാവി പറയുന്ന ജ്യോത്സ്യം. വിവിധങ്ങളായ ജ്യോത്സ്യങ്ങളുടെ ഉണ്ട്. അതുപോലെ പഴജ്യോത്സ്യവും ഉണ്ട്. തമിഴ്നാട്ടിലെ ഒരു മുത്തിയമ്മ പഴജ്യോത്സ്യം പറയുന്ന ആളാണ്. അവരെ വീടിൻ്റെ വരാന്തയിലാണ് അവർ ഇരിക്കുക. ഒരു മൂലയ്ക്ക് ഒരു കൊല പഴം തൂക്കിയിട്ടുണ്ടാവും. അവിടെ ഒരു ചെറിയ പൊളിഞ്ഞ കൊട്ടയുണ്ടാവും തൊഴിലാൻ. ഒരു ചെറുപ്പക്കാരൻ അവിടേക്ക് വന്നു. മുത്തിയമ്മേ, 2 പ്രാവശ്യം ഞാൻ ദുബായിൽ പോയി, 2 പ്രാവശ്യവും ഗുണം പിടിച്ചില്ല, മടങ്ങി പോരേണ്ടി വന്നു. ഇപ്പോഴൊരു വിസ ഒത്തു വന്നിട്ടുണ്ട്. ഈ യാത്ര ഗുണം പിടിക്കൂ, രക്ഷപ്പെടുമോ, ഞാൻ ഒന്ന് അറിയാൻ വന്നതാണ്. ആകപ്പാടെ മുത്തിയമ്മ ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, അവിടെ പോയി ഒരു പഴം എടുത്ത് തിന്നു. ഇവരവിടെ പോയി ഒരു പഴം എടുത്ത് തൊലിച്ചു. ഒരു കടി, ഒന്നുകൂടെ തൊലിച്ചു, 2 കടി, 3 കടി അടിച്ച് കഴിച്ചു. പഴത്തൊലി താഴെയിട്ടു. മുത്തിയമ്മ അതൊക്കെ നിരീക്ഷിച്ചോണ്ടിരിക്കും. എന്നിട്ട് വാ, ഇതിലല്ലേ വന്നത്, അതിലെ തന്നെ അങ്ങോട്ട് പോയിക്കോ, ഇനി ഇങ്ങോട്ട് വരികയേ വേണ്ട. 2 അല്ല 16 തവണ പോയാലും ഇത് നേരെയാവില്ല, എന്നിട്ട് വേണ്ട, പോയിക്കോളാം പറ. എന്താ അതിൻ്റെ കാരണം എന്നൊന്നും വേണ്ട, പോയിക്കോളാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞു ഒരു പെൺകുട്ടി വന്നു. വലിയ സൗന്ദര്യമൊന്നുമില്ലാത്തൊരു പെൺകുട്ടിയാണ്. പെൺകുട്ടി വന്നു. ആദ്യം മുത്തിയമ്മയുടെ ഒന്നിങ്ങനെ തൊഴുതു. എന്നിട്ട്, മുത്തിയമ്മേ, അടുത്ത ആഴ്ച എന്നെ പെണ്ണ് കാണാൻ ഒരാൾ വരുന്നുണ്ട്, വിവാഹം നടക്കുമെന്നൊന്ന് അറിയണം, അതിനാണ് വന്നത്. മുത്തിയമ്മ പറഞ്ഞു, എന്താ പേര്? വസുമതി. വസുമതി, അവിടെ പോയിട്ട് ഒരു പഴം എടുത്ത് തിന്നോളൂ. വസുമതി അവിടെ പോയി ഒരു പഴം എടുത്ത് തൊലിച്ചു, പൊട്ടിച്ചു, ഒരു കഷ്ണം വായിലിട്ടു. രണ്ടാമത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൊലിച്ചു, 2ാമത്തെ കഷ്ണം പൊട്ടിച്ച് വായിലിട്ടു, 3ാമത് പൊട്ടി വായിലിട്ടു. തൊലി ആ കൊട്ടയിലിട്ടു. ഇങ്ങോട്ട് പോവാ, ഇവിടെ ഇരിക്കും, ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം ഭംഗിയായി നടക്കും. അപ്പോൾ വസുമതി പറയാ,
എനിക്കമ്മ എൻ്റെ സൗന്ദര്യം കണ്ടില്ലേ, സൗന്ദര്യമൊന്നും ഒരു വിഷയമല്ല, നേരെയാവും, ഒട്ടും ഭയപ്പെടണ്ട. ആ ചെറുക്കൻ്റെ വീട്ടുകാർ നിന്നെ നല്ലതുപോലെ നോക്കും, അവിടുത്തെ റാണിയായി നീ വാഴും. നീ പറയുന്നതായിരിക്കും അവിടെ കാര്യങ്ങളൊക്കെ നടക്കുക, നീ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുക. എന്നോട് ചോദിച്ചിട്ട് അവിടെയുള്ളവർ എന്തും ചെയ്യും. അത്ര പവർ ആ വീട്ടിൽ നിനക്ക് കിട്ടും. അതുകൊണ്ട് എൻ്റെ മോൾ ധൈര്യമായിട്ട് പോയിക്കോ, ഒന്നൊട്ടും ഭയപ്പെടണ്ട. അവിടെ പോയി എന്താ ഇതിൻ്റെ രഹസ്യം? ആദ്യം വന്നവൻ ആക്രാന്തക്കാരനാണ്. ഒരാൾക്കും ഒന്നും ഞാൻ കൊടുക്കില്ല, ഒക്കെ എനിക്ക് വേണം, എനിക്ക് എന്നിട്ട് മാന്തല പഴമെടുത്ത് കടിച്ചാ തിന്നത്. കടിച്ച് തിന്നുമ്പോൾ ആരെങ്കിലും വന്നാൽ ഒരു കഷ്ണം കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് പഴത്തൊലി കൊട്ട അവിടെ വെച്ചിട്ട് കൊട്ടയിലിടാതെ തറയിലിട്ടിട്ട് പോയി. നേരെയാവില്ല. രണ്ടാമത് വന്ന കുട്ടി വന്നപ്പോൾ തന്നെ വിനയഭാവം കാണിച്ചു, തൊഴുതു. പഴം എടുത്ത് പൊട്ടിച്ച് വായിലിട്ടു. ഈ പൊട്ടിച്ച് വായിലിടുമ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നാൽ, ഇതാ ഒരു പൊട്ട് നിങ്ങൾ കഴിച്ചോളൂ എന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഈ കുട്ടിക്കുണ്ട്. അങ്ങനെയുള്ളവർ എവിടെ പോയാലും നേരെയാവും. ഇതാണ് അതിൻ്റെ ശാസ്ത്രം. അതുകൊണ്ട് പഴം കഴിക്കുന്നവർക്ക് ശ്രദ്ധിക്കുക, എങ്ങനെ കഴിക്കണമെന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക.